ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വാവൊരിക്കലാണ്. നാളെയാണ് കർക്കിടക വാവ്. അപ്പോൾ ഇന്ന് ഒരിക്കലെടുക്കണമല്ലോ. അപ്പോൾ ഇവിടെ ഏട്ടന് ഒരിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ചിലർ പറയുന്നുണ്ട് ഇപ്പോൾ നാളെയാണ് ഒരിക്കലെടുക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഏട്ടൻ ഇന്നാണ് ഒരിക്കലെടുത്തിരിക്കുന്നത്. അപ്പോൾ അച്ഛന് ഇതാ കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഒരിക്കൽ എടുക്കുന്നില്ല കേട്ടോ. അച്ഛനെടുക്കുന്നില്ല. അപ്പോൾ നേരെ സമയം ഇപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ. പിന്നെ ഇതാ അച്ഛൻ ഇതാ അവിടെ രാവിലെ എണീറ്റിട്ട് പത്രം വായിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ കാശിക്ക് ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അച്ഛൻ എമർജൻസിയുടെ ആ ലൈറ്റിൽ ഇങ്ങനെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ റിച്ചോട്ടിനും മേഡിനും എണീറ്റില്ല കേട്ടോ. അപ്പോൾ അവർ നല്ല ഉറക്കത്തിലാണ് രണ്ടുപേരും. എണീക്കാൻ കുറച്ച് വൈകും. പിന്നെ രാവിലെ വേഗം ജോലികളൊക്കെ വേഗം തീർക്കാമെന്ന് വിചാരിച്ചു. വേഗം ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ, ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം ഏട്ടന്. അപ്പോൾ രാവിലെ വേഗം ജോലിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനുണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഗോതമ്പ് ദോശയും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ദോശ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇന്ന് കട്ടൻ ചായയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഏട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഏട്ടന് ദോശയും ചമ്മന്തിയും ഒക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ ഇന്ന് ഏട്ടന് ഒരിക്കലായതുകൊണ്ട് മുരിങ്ങയാണ് കേട്ടോ ഒന്ന് വെക്കുന്നത്. അപ്പോൾ മുരിങ്ങ പരിപ്പിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു മസാലക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പപ്പടം, അച്ചാർ, ഇതൊക്കെ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ഞാൻ ഏട്ടന് കഴിക്കാൻ കൊടുത്തു. ഇലയൊക്കെ വെട്ടി വന്ന് ഏട്ടന് കഴിക്കാൻ കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രീ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലാണെങ്കിൽ കുറച്ച് വിറക് കുറച്ച് കമ്മിയാണ്. ആ വിറകില്ല. അപ്പോൾ ഒന്നുമില്ല, വിറകുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് വിറകുണ്ടാക്കാനായിട്ട് ഞങ്ങളിവിടെ അടുത്ത് കാട്ടിലേക്ക് പോയി. ഇവിടെ അടുത്ത് ചെറിയൊരു കാടുണ്ട് കേട്ടോ. ചെറുതല്ല, വലിയ കാടാണ് കേട്ടോ അത്. അപ്പോൾ അത് കാട്ടിലേക്ക് പോയി വിറകുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ വിറകൊക്കെ ഉണ്ടാക്കി വെച്ച് കുറേ വിറകൊക്കെ ഉണ്ടാക്കി. ഇതിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. അത് ഞാൻ വേറൊരു ദിവസം ഞാൻ കാണിക്കാം. കാരണം പെട്ടെന്ന് അതിനിടയ്ക്ക് മഴയും വന്നതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. നിറയെ വിറകുണ്ടായിരുന്നു. നിറയെ ഉണക്കവിറകൾ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെറുക്കിയെടുക്കാനൊക്കെ ഭയങ്കര ഇതായിരുന്നു, രസമായിരുന്നു. പിന്നെ വേഗം വിറകുണ്ടാക്കി. പിന്നെ ആ വിറകൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണിത്. പിന്നെ ഏട്ടനും ഞാനും ഉണ്ട്. പിന്നെ എൻ്റെ ഏടത്തിയമ്മയാണ് കേട്ടോ ഇപ്പോൾ ആ പോണ് കണ്ടത്. പിന്നെ വിറകൊക്കെ ഉണ്ടാക്കി പോകുന്ന വഴിക്ക് കണ്ടു ഒരു കൂട്ടം വേസ്റ്റുകൾ ഇങ്ങനെ കൂടി കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒഴിഞ്ഞിടക്കുന്ന സ്ഥലമായതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, ഒരുപാട് ആൾക്കാർ ഇവിടെ വേസ്റ്റ് കൊണ്ടുവന്നിട്ടതാണോ എന്നൊന്നും അറിയില്ല. ഇവിടെ നിറയെ വേസ്റ്റ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ്ടോ നിറയെ വേസ്റ്റുകൾ ഇതാ അവിടെ എവിടെയായിട്ട് ഉപേക്ഷിച്ച് കിടക്കുന്നുണ്ട്. ഈ വിറകൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു കാട്ടിലേക്ക് കയറി വരുമ്പോൾ ഉള്ളൊരു കാഴ്ചകളാണ് കേട്ടോ ഇത്. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഈ ഒരു ഭാഗമൊക്കെ. പിന്നെ ഇത് അങ്ങോട്ട് ഇപ്പോൾ റോഡ് വെട്ടിയതാണ്. ഇവിടെയൊക്കെ നിറയെ കാടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ നിറയെ വിറകൊക്കെ ഉണ്ടാക്കാൻ വരുമ്പോഴൊക്കെ ഇവിടെ ഫുള്ള് റബ്ബറായിരുന്നു, റബ്ബർ എസ്റ്റേറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയത് റോഡാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന ഉള്ള റോഡാണ്. പിന്നെ താഴെയാണെങ്കിൽ വലിയൊരു കോറിയുണ്ട് കേട്ടോ. ഇതാണ് കോറി. ഇപ്പോൾ മഴ പെയ്തിട്ടൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുരങ്ങന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അവർ മരത്തുമ്മ കയറിയിട്ട് ഓരോ ഇലകളൊക്കെ ഇങ്ങനെ പറിച്ച് തിന്നിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കുറച്ച് നേരം എടുത്തു. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒന്നാമത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്